ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം അമ്മയ്ക്ക് സ്നേഹതീരത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നട്ട ഉച്ചക്ക് നമ്മൾ സ്നേഹതീരത്തേക്ക് പോവാണ്. എന്താ ചെയ്യപ്പോൾ കാർ റെന്റിന് എടുക്കണ്ടല്ലോ. കാറിലപ്പോൾ സാരഥയ്ക്ക് പോകണമെന്ന്. അപ്പം ഞാൻ എന്താ വണ്ടി തിരിച്ചിടാൻ പോവാണ്. ശാരദ ഞാൻ ഓടിക്കുമ്പോഴൊക്കെ ഇവിടുന്ന് തിരിച്ചിട്ടാൽ മാത്രമേ കയറുള്ളൂ. എന്താ ചെയ്യുക, ശാരദയ്ക്ക് പേടിയാ. ശാരദ കയറുന്നില്ലേ? ശാരദ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോവാണ് ഗൈസ് സ്നേഹതീരത്തേക്ക്. അമ്മയ്ക്ക് ആഗ്രഹം സ്നേഹതീരത്ത് പോകണം. പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുപോവാം, വരട്ടെ. ഞാൻ പോയി വണ്ടി ബാക്കിലിരിക്കണം. കാണാണ്ടോ? കണ്ടോ? ബാക്കിലിരിക്കുള്ളൂ. എന്നെ ഡ്രൈവറാക്കുക. ഞാൻ പോട്ടെ ഗൈസ്, വണ്ടി കളിച്ചിട്ട് വരാം. എന്റെ കൂടെ ശാരദ ഇതുവരെയായിട്ടും കാറിൽ വന്നിട്ടില്ല. മീൻസ് ഞാൻ പിടിച്ചിട്ട് കാറിൽ വന്നിട്ടില്ല കേട്ടോ. ശാരദക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് പോട്ടെ. ഓക്കെ, ബൈ. ഇനി വ്ളോഗ് തുടങ്ങട്ടുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ എവിടേക്ക് പോകുന്നത്? സ്നേഹതീരം കാണാൻ. അയ്യോ, സ്നേഹതീരം കാണാൻ പോവാണ് ഗൈസ്. ഞാൻ അത് പിടിച്ചിരുന്നത് തള്ളവൈ പോയോ, വെറുതെ പിടിച്ചാട്ടോ. അപ്പൊ നമ്മളിപ്പോ സ്നേഹതീരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. അമ്മ വെയിലിൽ തന്നെ പോണല്ലേ? എ സി ഇട്ടുണ്ട്, ഫുൾ ടൈം എ സി. നമ്മളവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പെട്രോൾ അടിക്കൂ. പെട്രോൾ അടിക്കാൻ മാത്രമല്ല, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. അതും കൂടി കാണാൻ പോണം. എല്ലാം കൂടിയിട്ടുള്ള ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാം. ഓക്കെ, ഐസ്ക്രീം നട്ടപ്പറ വെയിലത്ത് ഇങ്ങനെ ഒരു പ്രാന്ത് എൻ്റെ അമ്മയ്ക്ക് സുഖമുള്ളതാണ്. ഐസ്ക്രീം കഴിക്കാൻ വന്നാണ് ഇവിടേക്ക്. പിന്നെ ഐസ്ക്രീം കഴിക്കണം. എന്തൊരു വെയിലൊക്കെ, എന്തൊരു വെയില്. വെയിലത്ത് ഇങ്ങനെ ബീച്ചിൽ വന്ന് പ്രാന്തുള്ള ആൾക്കാരെ പോലെ കടൽ കാണുന്ന എൻ്റെ അമ്മ. ശാരദ അങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നല്ല വെയിലുണ്ട്. കരിഞ്ഞു പോകും ഗൈസ്. അമ്മ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോവാന്ന്. അമ്മ ഡ്രസ്സ് ഇടണ്ടാ? ഡ്രസ്സ് ഇട്ടിട്ട് അമ്മ നടക്കാൻ പോവാ. നല്ല വെയിലായോണ്ട് കുട പിടിച്ച് നിൽക്കാണ്. എന്തിനീ വെയിലത്ത് വന്നേന്നൊക്കെ കുട പറന്നു പോണു. ദൈവമേ, വെള്ളപ്പിടിക്ക് വെയിലത്ത് വരണം വരണമെന്ന് പറഞ്ഞിട്ടേ ഇന്നും മനുഷ്യൻ കരിഞ്ഞ് തലേന്ന് പച്ചിച്ചായ കുടിക്കാനാണെങ്കിൽ ഞാൻ അവിടുന്ന് മേടിച്ചു കൊടുത്തേനെ. പച്ചിച്ചായ എൻ്റെ അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്താണ് ഗൈസ്. ഈ നട്ടപ്പറ വലിയതൊന്നും വരേണ്ട ആവശ്യമില്ല. മുട്ടിയൊക്കെ പറക്കണം. നോക്കിയേ, ഒരു ക്ലിപ്പ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓ, എന്തൊരു വെയില. അയ്യോ, വരുന്നിട്ട് അവിടുന്ന് ചായയും പച്ചയും വേണമെന്നുണ്ട്. അവിടുന്ന് വരുന്നുണ്ട് കുണി കുണി. ചായയും പച്ചയ്ക്കാണെങ്കിൽ അമ്മ കൊട പറന്ന് പോണം. അമ്മയുടെ കൊട പോയി അമേരിക്കയിൽ എത്തി തോന്നുന്നുണ്ട്. അപ്പൊ കൊട പറന്ന് അമ്മയും പോവും. നമ്മുടെ സ്നേഹതീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപ്പിലിട്ടത്, കടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ടത് കഴിക്കണമല്ലോ. വീഡിയോ നിൽക്കാം. നമ്മളിതാ കുറച്ച് പൈനാപ്പിളും 15 രൂപയുടെ പൈനാപ്പിളിന് അത്യാവശ്യം വലിപ്പുണ്ട്, കുഴപ്പമില്ല. മാങ്ങയും മേടിച്ച് ശാരദ അവിടെ ഇരിക്കുന്നുണ്ട്, കഴിക്കട്ടെ കേട്ടോ. ഒരാളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇതിങ്ങനെ അടിക്കുന്ന പരിപാടി നിർത്തമ്മേ. അടിക്കുക ചായ. ഇങ്ങനെയുണ്ട് ചോക്കോബാർ ടേസ്റ്റ് ഇല്ല. മാത്രം അടിക്കുക ഒന്നുമില്ല. ജ്യൂസ് കഴി. ഐസ്ക്രീം കഴിഞ്ഞു, ചായ കഴിഞ്ഞു. ഞാൻ അടുത്തത് മാങ്ങയിലേക്കാണ് അമ്മയുടെ കണ്ണ്. വലിച്ച് കീറിനാണോ ചിക്കൻ കാലല്ല അത് കടിക്കാൻ. അമ്മ അത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു. ഒക്കപ്പുഴാണോ അതോ വയറിൽ വല്ല ആണോ? എവിടെ? ചോക്കോബാറിന്റെ കടയ്ക്കല്ല പോണേ. അയ്യോ, അപ്പൊ പിന്നെ ഇവിടുന്ന് വയ്ക്കാം. ഞാൻ കട മൊത്തം വാങ്ങാനുള്ള ഞാൻ തോന്നുന്നുണ്ട്. തെരഞ്ഞെറിഞ്ഞ് നമ്മള് കടലിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തൊരു ഫേമസ് ആയിട്ടൊരു പുഴയുടെ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടേക്കായിട്ട് പോകാൻ നിൽക്കുകയാണ്. അവിടെ കൂടെ അമ്മയ്ക്ക് പോപ്കോൺ അമ്മ മേടിച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്മ എടുത്ത് വരുന്നുണ്ട്. നമ്മൾ നല്ല വെയിൽ, നല്ല ടൈം അടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ വരട്ടാനായിട്ട് വിട്ടുപോവുകയും ചെയ്തു ഗൈസ്. ദിൽവാലെ കുച്ചിനേക്ക് ആയിട്ടുണ്ട്.
പോട്ടെ. ഈ ബീച്ചിലേക്ക് കേട്ടോ തന്നെ. ഓ ബീച്ച് അടിപൊളി ബീച്ചാണേ, ഫേമസ് ആയിട്ടുള്ള ബീച്ചാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. എന്താ ഭംഗിയില്ല സ്ഥലം. ഇവിടെ അങ്ങനെ മൊത്തം വെള്ളമായിട്ട്, പണ്ടത് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു, അവരിപ്പോൾ ഫുൾ സെറ്റ് ചെയ്തതാണ്, മൊത്തം തെങ്ങും അങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട്. ആൾക്കാർക്ക് മാതൃകയാണ് കേട്ടോ. വേസ്റ്റ് ഇടണ്ട, വേസ്റ്റ് ഇടമ്മോടത്തേ പിടിക്കാവോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടമ്മേ അല്ലേ കണ്ടാ. ഗുഡ് ഗേൾ. അയ്യോ മേഡം ഒരു ചായ കുടി കഴിഞ്ഞപ്പോൾ അടുത്ത ചായ കുടിക്കാനുള്ള സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഉന്നക്കായ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഉന്നക്കായ എന്ന് പറയുമ്പോൾ പറയാം പഴംപൊരി പോലത്തെയാണ്. ജ്യൂസ് ഈ കട ഇല്ല, അത് കൊട്ട ജ്യൂസാ. ചായ ഐസ്ക്രീം അതിൻ്റെ പിന്നാലെ ജ്യൂസ് എന്ത് ചോദിച്ചാലും അമ്മ വേണം വേണം എന്നാ പറയണേ. എന്താന്നറിയില്ലേ, വയറ് കൊക്കപ്പൂ ഉണ്ടോ വീട്ടില്, എന്താ ചെയ്യാ. നമ്മളിപ്പോ ടൊമാറ്റോയുടെ സാധനം മേടിക്കാനായിട്ട് വന്നേക്കാട്ടോ. നമുക്ക് അയച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. പൊട്ടാറ്റോ ഫ്രൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. നല്ല ചൂടാണ്, ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല കഴിച്ച്, എനിക്ക് നല്ല ചൂടുണ്ട് കഴിച്ച്. അടുത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോ മേ? അതുകൊണ്ട് ഇപ്പോൾ കഴിക്കണ്ടല്ലോ, സ്വാദുണ്ട്. ആദ്യം വേണ്ടെന്ന് പറയുന്നേ പൈസ. അങ്ങനെ വെയിൽ, നട്ടപ്പുറ വെയിൽ കൊണ്ട് അമ്മയുടെ വയറൊക്കെ നിറഞ്ഞ് നമ്മൾ തീർത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം സാമ്പിളിൽ പോകണമെങ്കിൽ. നമ്മളിനി സാമ്പിളിൻ്റെ കാഴ്ചകൾ കാണിക്കാം. സ്നേഹതീയത്തെ കാഴ്ച ഇത്രേ ഉള്ളൂ, വയ്യ ഗൈസ്. നമ്മളിതാ സാമ്പിൾ മേടിക്കിട്ട് പോവാൻ നിൽക്കുകയാണ്. ഫാനൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ നല്ല ചൂടെടുത്തിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ ഫാനൊക്കെ ചീറ്റി കണ്ടോ, കാറ്റൊക്കെ. പോട്ടെ ഗൈസ്, നേരം വൈകി, നന്നായി നേരം വൈകിട്ട് പോട്ടെ. ബൈ ബൈ ഗൈസ്. ഞാൻ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ, കഴിഞ്ഞ കൊല്ലം ബിഗ് ബോസിലായിരുന്നു. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഞാൻ വീണ്ടും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഈ ഫാൻ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുതിട്ടോ, നല്ല ചൂടാണ്, പറയാൻ പറ്റാത്ത ചൂടാണ്. അത് കാരണം ഫാനൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നേക്കാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്. അതിനുണ്ട് നമ്മൾ അടിച്ച് മൂലയ്ക്കൊന്നും അറിയില്ല ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ. നമ്മൾ പോട്ടെ വെടിക്കെട്ടിന് ആൾക്കാരെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇവിടെ മൊത്തം ആൾക്കാരും ഫയർഫോഴ്സും കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ സന്ദർശകരും സന്ദർശനം പൂർത്തിയാക്കി എക്സിബിഷൻ ഗ്രൗണ്ടിന് പുറത്തേക്ക് കടക്കേണ്ടതാണ്. വന്നപ്പോൾ തൊട്ട് ഗൈസ് എപ്പോൾ വന്നതെന്ന് പറയും വെടിക്കെട്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പരിപാടി മീൻസ് അറിയാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവറ്റങ്ങൾ രണ്ടു മുഖം പൊത്തി പിടിക്കണുണ്ട്, നാണല്ലാത്ത ഒറ്റങ്ങൾ. അതെ സത്യത്തിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റി തന്നെ ഭാഗ്യമാണ് കേട്ടോ. ആൾക്കാരെ നിങ്ങൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കമ്മിറ്റിയിലെ ആൾക്കാരോട് സംസാരിച്ച് നമുക്ക് ഇവിടെ നിന്നാണ്. ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. കണ്ടോ നമ്മളൊക്കെ ഉള്ളിൽ വടക്കുന്നതുണ്ട് അവിടെ. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വടക്കുന്നതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വെടിക്കിട്ട് കാണുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യം പുറത്താണ് നിൽക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കമ്മിറ്റിയിലെ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്നു. നമ്മൾ കാണട്ടെ. ഓക്കെ.
അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പിൾ വെട്ടിക്കാട്ട് അടിപൊളി പാർമേക്കാവും തിരുവമ്പാടിയും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം എന്താമോ? ഏതാ ഇഷ്ടപ്പെട്ടെ? തിരുവമ്പാടി. അപ്പൂസിനെ ഏതാ ഇഷ്ടപ്പെട്ടെ? തിരുവമ്പാടി. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഒരാളെ മാത്രം പറയാൻ പാടില്ല. രസമുണ്ട് കാണാൻ. ഞാൻ എന്തായാലും വീഡിയോസ് രണ്ടിനും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഫസ്റ്റ് ഇടുന്നത് തിരുവമ്പാടിയിലേക്കും, സെക്കൻഡ് ഇടുന്നത് പാർമേക്കാവിൻ്റെ ആയിരിക്കും. നിങ്ങൾ എന്തായാലും പോയി കാണാം. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറ. വീട്ടിലിരുന്ന് കാണുന്ന ആൾക്കാർ വീട്ടിലിരുന്ന് ബാക്കിൽ പൊട്ടുന്നുണ്ട് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഇപ്പോൾ കാണാൻ, അപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതാ ഞാൻ വീഡിയോ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്, കാണുക. ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം ഇടുന്നുണ്ട്, എല്ലാം കൂടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ അവിടെ പോട്ടേട്ടോ. ഇനി ചെരുപ്പ് കാലുമില്ല, ചെരുപ്പ് അപ്പുറത്തെ സൈഡത്തെ അവിടെ കഥയാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം തിരിച്ച് പോകണമെങ്കിൽ. ഗൈസ് പോട്ടെ, വയ്യ. അപ്പം ഇന്ന് ചെറിയ വീഡിയോ ഉള്ളൂ. ഇന്ന് നമ്മൾ സ്നേഹത്തിരുത്ത് പോയതും അപ്പോൾ സാമ്പിളും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഒരുമിച്ചായിട്ട് ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ സബ്സ്ക്രൈബ് ചെയ്യാം. ബായ്.